അപ്പോൾ കൃഷ്ണാൻ്റി കണ്ണൻ്റെ പേരെഴുതി കീ ചെയിൻ വണ്ടിയും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് പിന്നെ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അത് അങ്ങനെ തന്നെ അവിടെ വെച്ചു. ഇടാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഡ്രസ്സൊക്കെ എടുത്ത് ഒന്നും കൂടെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടിയാണെങ്കിൽ കുഞ്ഞു ആവകളിലെ പോലെ ടോയ്സൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ കീ ചെയിൻ കയ്യിൽ കൊടുത്തപ്പോഴേ ആളിങ്ങനെ ഭയങ്കര ഗമയിൽ അത് പിടിച്ചവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ തായ്ലൻഡിൽ പോയപ്പോൾ എടുത്തതായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ്. പക്ഷേ കണ്ണൻകുട്ടിക്ക് അത് ഭയങ്കര വലുതാണ്. പിന്നാൾ ഗോവയിൽ പോയപ്പോഴും സെയിം ഇതേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വലുതാണ്. കണ്ണൻകുട്ടി വലുതായി വലുതായി എന്നാണ് കൃഷ്ണാൻ്റിയുടെ വിചാരം. പക്ഷെ ചെക്കൻ വലുതായിട്ടില്ല. ആ ചെക്കൻ എപ്പോഴും കുഞ്ഞു ചെക്കൻ തന്നെയാണ്. എല്ലാവരും ഡ്രസ്സ് എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഗിഫ്റ്റായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ അയക്കുമ്പോഴേ കണ്ണന് 11 വയസ്സാണല്ലോ. അപ്പോൾ 11 വയസ്സിൻ്റെ ഡ്രസ്സിൻ്റെ അളവിൽ ഒന്നില്ലെങ്കിൽ 7-8 വയസ്സിൻ്റെ എങ്കിലും ഡ്രസ്സ് വേണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ ഒരളവിലൊക്കെയാണ് അയക്കുകയൊക്കെ ചെയ്യാറുള്ളത്. പക്ഷെ കണ്ണന് 4 വയസ്സിൻ്റെ ഡ്രസ്സ് മതി കേട്ടോ. അവന് അതാണ് പാകം കറക്റ്റ്. 4-5 അത് വിട്ടു പോയി കഴിഞ്ഞാൽ കണ്ണന് ഭയങ്കര വലുതാവും. കണ്ടില്ലേ, ഇതിപ്പോൾ പാവാട പോലെ കിടക്കുന്ന കണ്ണൻകുട്ടിക്ക്. അപ്പം അതെന്തെങ്കിലും ഷേപ്പൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇടാം. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവർ ഗോവയിൽ പോയപ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സ് നമ്മൾ ടൂർ പോയി പിടിക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കി. പക്ഷേ അതും പാകാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിയാണെങ്കിൽ ആ കീ ചെയിന്മേലുള്ള കളി. അപ്പം ഞാൻ ചോദിക്കായിരുന്നു, കണ്ണ ഈ ട്രൗസർ എനിക്ക് തരുമോ, എനിക്ക് ഏകദേശം പാകാമെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അവന് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അവൻ ചിരിച്ചും കൊണ്ടിരിക്കും കേട്ടോ. അപ്പം എൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണം ഇതാണ്. നമ്മൾ ഓട്ടട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് ഞാൻ കഴിക്കാനെടുക്കുന്നത്. എനിക്ക് എന്താ ചോറൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഇത് എനിക്ക് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെയാണ് കഴിക്കാനിഷ്ടം. ഈ ചോറിനോട് ഒട്ടും താല്പര്യമില്ല. അപ്പം ഞാൻ നാമം ചൊല്ലാണ്ടിരുന്നപ്പോഴേ കല്യാണിക്ക് ഈ ചേച്ചി ആവണത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ കണ്ണനെ മടിയിൽ വെച്ച് തായോ, അമ്മ മടിയിൽ വെച്ച് തായോ, നീ എൻ്റെ മോനെ നിലത്തിടരുതിട്ടാന്നൊക്കെ പറഞ്ഞ് മടിയിലൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ അവനും സന്തോഷം, അവൾക്കും സന്തോഷം. രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ട്, കണ്ണൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കടിയൊന്നും മേടിക്കേണ്ട കേട്ടോ നീ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവൾക്കാണ് ഇത്തിരി വെയിറ്റൊക്കെ കൂടുതലെന്നുണ്ടെങ്കിലും കണ്ണന് നീളമുണ്ടല്ലോ. കല്യാണിനേക്കാളും നീളമുള്ളത് കാരണം അവൾക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം തലേമ്മ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പം അതൊക്കെ ചിലപ്പോൾ എനിക്ക് പേടിയാനായിട്ട് അങ്ങനെ കൊടുക്കാൻ. എന്നാലും ഞാൻ എടുത്തിരുന്നും കൊണ്ട് അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്നൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ രണ്ടാളും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ മനസ്സിന്.